എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. 500 രൂപയുടെ കള്ളനോട്ടുകൾ വ്യാപകമായി പുറത്തിറങ്ങുന്നുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കാണ് മുന്നറിയിപ്പ്. ഉയർന്ന നിലവാരത്തിലുള്ള കള്ളനോട്ടുകൾ പുറത്തിറങ്ങി എന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. യഥാർത്ഥ നോട്ടുകളുമായി വലിയ സാമ്യമുണ്ട് കള്ളനോട്ടുകൾക്ക് എന്നും, എന്നാൽ റിസർവ് ബാങ്കിന്റെ പേര് എഴുതിയ സ്ഥലത്ത് യഥാർത്ഥ നോട്ടുകളിൽ നിന്നും ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നും, റിസർവ് ബാങ്ക് എന്നെഴുതിയതിൽ ഇ എന്ന അക്ഷരത്തിന് പകരം എ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും ഈ വിവരം കൈമാറിയിട്ടുണ്ട്. നോട്ടിലെ അക്ഷരത്തെറ്റ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലാണ് എന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. പൊതുജനങ്ങളും ഇതേക്കുറിച്ച് ജാഗ്രത പാലിക്കണം. സംശയാസ്പദമായ നോട്ടുകൾ കണ്ടാൽ ഉടനെ അധികൃതരെ വിവരമറിയിക്കണം എന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 500 രൂപയുടെ യഥാർത്ഥ നോട്ടിൽ നിന്നും വലിയ വ്യത്യാസമില്ലാതെ കണ്ടാൽ ഒരു സംശയവും തോന്നില്ല. റിസർവ് ബാങ്ക് എന്ന് എഴുതിയെടുത്ത് ഇക്ക് പകരം എ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഒറിജിനൽ നോട്ടിൻ്റേത് പോലെയാണ് കള്ളനോട്ട് ഉള്ളത്. 500 രൂപ കയ്യിലുള്ളവരും സ്വീകരിക്കുന്ന ആളുകളും ഇക്കാര്യം ശ്രദ്ധിക്കുക. വ്യാജ നോട്ടുകളാണോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ വൈകുന്നേരം വരെ പണിയെടുത്തതിന്റെ കൂലിയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളോ സഹായങ്ങളോ ശമ്പളമോ ആവാം. പാവപ്പെട്ട ആളുകൾക്ക് അതിന്റെ മൂല്യം നഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാകും. അതുകൊണ്ട് തന്നെ നോട്ട് കയ്യിൽ വരുമ്പോൾ തന്നെ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം സ്വീകരിക്കുക. മറ്റൊരു അറിയിപ്പ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമായ യോനോ പ്രവർത്തിപ്പിക്കാൻ ഇനി പുതിയ ആൻഡ്രോയിഡ് ഫോൺ വേണം. പുതിയ അപ്ഡേഷൻ വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പഴയ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾ. SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമായ യോനോ പ്രവർത്തിപ്പിക്കാൻ ഇനി പുതിയ ആൻഡ്രോയിഡ് ഫോൺ വേണം. പുതിയ അപ്ഡേഷൻ വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പല ഉപഭോക്താക്കളും. ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനത്തിനായി SBIയുടെ യോനോ ആപ്പ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പുതിയ അപ്ഡേഷൻ എത്തിയതോടെ ആപ്പിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11ലും അതിന് താഴെയുമുള്ള ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫോണുകൾ ഇനി മുതൽ യോനോ ആപ്പ് പ്രവർത്തിക്കുകയില്ല. ബാങ്കിംഗ് ആവശ്യങ്ങൾക്കായി ആപ്പിനെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ ഇത് പ്രയാസത്തിലാക്കിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച നിർദ്ദേശം SBI കഴിഞ്ഞ മാസം പുറപ്പെടുവിച്ചിരുന്നു. ആൻഡ്രോയിഡ് 11ന് താഴെയുള്ള ഫോണുകൾക്ക് സുരക്ഷ നൽകുന്ന കണ്ടെത്തലാണ് മാറ്റത്തിന് കാരണം. കൂടാതെ മെച്ചപ്പെട്ട സുരക്ഷയും സുതാര്യമായ പ്രവർത്തനവും ആപ്ലിക്കേഷന്റെ പ്രകടനവും മെച്ചപ്പെടുത്തുന്നതിന് കൂടി ലക്ഷ്യം വെച്ചാണ് യോനോ ആപ്പ് പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ്രോയിഡ് 15 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് പതിപ്പ്. പുതിയ പതിപ്പിൽ ആപ്പ് പ്രവർത്തിച്ചാൽ മാത്രമാണ് സാമ്പത്തിക വിനിമയത്തിന്റെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കാനാവുകയുള്ളൂ എന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ പുതിയ മാറ്റം വന്നതോടെ യോനോ ആപ്പ് ഉപേക്ഷിക്കാൻ പലരും നിർബന്ധിതരായിരിക്കുകയാണ്. ഇതിനു വേണ്ടി ഫോൺ പുതിയത് വാങ്ങുക എന്നുള്ളത് പല സാധാരണക്കാർക്കും പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ മറ്റ് UPI ആപ്പുകളിലേക്ക് ഈ ആളുകൾ മാറിയേക്കും എന്നുള്ളതാണ് വിവരം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.